നമസ്കാരം. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ മുഖത്ത് ആദ്യമായി ചായമിട്ടത് മണിയമ്പിള്ള രാജു എന്ന നടനാണ്. അത് അവരുടെ കോളേജ് കാലത്തായിരുന്നു. അടുത്ത കാലത്ത് മണിയമ്പിള്ള രാജു എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഗാനം ആലപിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, തിരുവനന്തപുരത്തുള്ള മുരളീകൃഷ്ണൻ. അപ്പോൾ ഇത് പറയാൻ കാരണം ഭാവസാന്ദ്രമായ ശബ്ദവും കഴിവും ഒത്തിണങ്ങിയ ഈ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലേക്ക് ഉറപ്പായും വരും എന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞു. തെരു തെരു തെരെ വരുമൊരു കനവും നീയാകവേ, നനു നനു നനയു തിരണമഴയും നീയാകവേ, ഓരോ മാത്രയും ഞാൻ തേടി നിൻമുഖം, പ്രാണൻ പോലെ എന്നിൽ നിറഞ്ഞാകെ നീ പ്രിയതമാ, അവളെന്നുയിരേ നിജമാ, പ്രിയതമാ, ഉലകിലെ മുതൽ നിറമാ, വാനവും നീയേ, വാഴ്വുമേ നീയേ, പ്രിയതമാ. ഈ പുതുതലമുറയുടെ പാട്ടുകൾ, ഇപ്പോൾ ഞാൻ മണിയമ്പിള്ള രാജുവേട്ടൻ്റെ സിനിമയിലെ ഗാനം കേട്ടിരുന്നു. അപ്പോൾ അതിലൊരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആർദ്രമായ ശബ്ദം. ഇപ്പം നമ്മൾ പണ്ട് ഒരു തെളിഞ്ഞ ശബ്ദവും അതിൻ്റെ സംഗീതവും ഒക്കെ ആയിരുന്നു. ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രത്യേകതരം ശബ്ദമാണ് മുരളി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെ ശബ്ദം വിന്യാസം നടത്തുന്നതാണോ അതോ? തീർച്ചയായിട്ടും നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡ് ആദ്യം പാടിയ ഒരു അതെ എസ്പെഷ്യലി ആ ഒരു സിനിമയെ പറ്റി ഞാൻ രണ്ട് വാക്ക് പറയാം. മഹേഷും മാരുതി എന്നുള്ള സിനിമയിൽ മനസ്സിൻ പാതയിൽ എന്നുള്ള സോങ് ആയിരുന്നു. ആൻഡ് ആ സിനിമയിൽ സ്റ്റാർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ആസിഫ് അലി ആൻഡ് മമത മോഹൻദാസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ സ്മരിക്കേണ്ടതും നന്ദി പറയേണ്ടതും ശ്രീ മണിയമ്പിള്ള രാജുവിലാണ്. കാരണം വളരെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗിൽ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പ്രാവശ്യം അങ്ങനെ തന്നെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞൊരു സിനിമ എടുക്കുകയാണ്. അപ്പോൾ അതിലാദ്യം ഒരു ട്രാക്ക് പാടി നോക്കൂ, കൊള്ളാമെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ പ്ലേ ബാക്ക് പോയിന്റ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാനൊരു ട്രാക്ക് ആദ്യം പാടി. എനിക്കറിയില്ല ഇതാരാ കമ്പോസ് ചെയ്തെന്ന് അറിയില്ല, ബാക്കി ഒരു ഡീറ്റെയിൽസും അറിയില്ല. ഞാനപ്പോൾ ട്രാക്ക് പാടി നോക്കി, അപ്പോൾ അവർക്കിഷ്ടമായി. പിന്നെ പറയുണ്ടായി അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കേദാർ എന്ന് പറയുന്നൊരു മഹത്തായിട്ടൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. ഹി വാസ് എൻ എഞ്ചിനീയർ ഫോർ എയർ റഹ്മാൻ സർ. അപ്പോൾ കേദാർ ചേട്ടൻ എന്നെ കാണുകയുണ്ടായി. മൾട്ടിപ്പിൾ റെക്കോർഡിങ്സ്, ദാറ്റ് ബീങ് ദ ഫസ്റ്റ് സോങ് ഐ made sure that I did my best, and I have no idea that how much times I've recorded that song. It's a very special song to me, being the first one. നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ പാടിയൊരു ഗാനം എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. സോ അങ്ങനെ വളരെ നല്ലൊരു പാട്ടിലൂടെ എനിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണ് മനസ്സിൻ പാതിരുണ്ടാകുന്നത്. ഈ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രണയം ഉണ്ടല്ലേ അതിൽ? തീർച്ചയായിട്ടും ഐ തിങ്ക് ഓൾ ജോൺറീസ് ഓഫ് മ്യൂസിക് ഹാസ് റൊമാൻസ് ഇൻ ഇറ്റ്. ബട്ട് ഹിന്ദുസ്ഥാനി കുറച്ചും കൂടെ ആ ഇമോഷനെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏത് വികാരമാണ്, ഇപ്പോൾ വിരഹമായാലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയമായാലും ഏതൊരു ഇമോഷൻ ആണെങ്കിലും ആ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ച് ലൗഡായിട്ട് പോർട്രേ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പോസിങ് പൊതുവെ ഇപ്പം കേട്ടപ്പോഴും തോന്നിക്കാണും ആ ഒരു ഇമോഷനെ പൊതുവെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പൊതുവെ കമ്പോസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ രമേശ് നാരായൺജി വലിയ ഇപ്പം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും ഒരു ഹിന്ദുസ്ഥാനി ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഒന്ന് ആലപിക്കാം. തീർച്ചയായിട്ടും, ഷുവർ. സോ അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ഒരു കമ്പോസിഷനാണ് പറയാൻ മറന്ന പരിഭവങ്ങൾ. സോ അതിൽ തന്നെ ഒരു വളരെ മനോഹരമായ ഒരു ബന്ധിഷുണ്ട്. ഐ ബിലീവ് ദാറ്റ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് രമേശ് നാരായൺ സാറിൻ്റെയും ഗുരു പടേ ഗുരുജി എന്ന് നമ്മൾ വിളിക്കും വളരെ ബഹുമാനത്തോടെ, പണ്ഡിറ്റ് ജസ്രാജി. സോ പണ്ഡിറ്റ് ജസ്രാജിയുടെ ഒരു കമ്പോസിഷൻ്റെ ഒരു 2 വരി ഞാൻ പാടാം. അതും രാഗ് ജോഗാണ്. 2 വരി പാടാം. अब तो जाने ना ही दूंगी साजन आयो हृदय, अब तो जाने ना ही दूंगी साजन आयो हृदय, जनन जनन पायल खन के
ഖനന ഖനന കങ്കന ഖനകെ സുരസേന കാരി ബാട്ട് സുരസേന കാരി ബാട്ട് परत परत पिया की भैया अब तो जाने नाहे दूंगे साजन അപ്പം മനോധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എം ജയചന്ദ്രൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് ഒരു ഗായകനെ മനോധർമ്മത്തിനനുസരിച്ച് പറക്കാൻ വിടും. അപ്പോൾ രാക്കിളി എന്ന് പറഞ്ഞു അല്ലേ? അതെ, എം ജയചന്ദ്രൻ സാറിന് ഭയങ്കര ഒരു വിഷനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിംഗ് സെഷൻസ് ആക്ച്വലി അദ്ദേഹം ഒരിക്കലും പറക്കാൻ വിടില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണോ അതിൻ്റെ ആ സിംഗറിൻ്റെ കേപ്പബിലിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാക്കിളി എന്നുള്ള സോങ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ് ഫോർ മീ. ബിക്കോസ് ഒരു വേദിയിൽ ഞാൻ ഈ പാട്ട് സാറിനോടൊപ്പം എം ജയചന്ദ്രൻ സാർ സ്റ്റേജിലുണ്ട് ആൻഡ് സാറിൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റേജിൽ സാറിൻ്റെ കൂടെ നിന്ന് ഈ പാട്ട് എനിക്ക് ആലപിക്കുകയുണ്ടായി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സാർ ആ പാട്ട് ഞാൻ പെർഫോം ചെയ്തതിന് ശേഷം പറഞ്ഞു, രാക്കിളി എന്നുള്ള ഈ സോങ് ഒറിജിനൽ ഒരു പക്ഷേ ഞാൻ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു ഹ്യൂജ് അപ്രീസിയേഷൻ. എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് തുല്യമായിരുന്നു സാറിൻ്റെ ആ വാക്കുകൾ. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ സോങ് ഫോർ മീ. പൊതുവെ ഇപ്പോഴത്തെ സ്റ്റേജസിൽ ഇങ്ങനത്തെ പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ കുറവാണ്. എന്നാലും രാക്കിളിതൻ പ്രത്യേകിച്ച് ആ സ്കെയിൽ ആഹിർ ഭൈരവ് മാത്രമല്ലെങ്കിൽ പോലും മെയിൻ ഇൻസ്പിറേഷൻ ഓഫ് ദ സോങ് ഇസ് ആഹിർ ഭൈരവ് സ്കെയിൽ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. അതും ഞാനൊരു 2 ലൈൻസ് പാടാം. സോ ബീങ് എ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ഈ സ്കെയിൽ ഒരു ചെറിയൊരു നുവാൻസ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് ആൽക്കൊരു ദിവസം बरस बरस बेदिरा आशा की बूंदे बन के बरस राकिलितन വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലധാരമാർന്ന മഴക്കാലം ഒരു തേങ്ങലായി മഴക്കാലം രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സന്ധ്യ. ഈ ഗാനത്തോടുകൂടി നമ്മുടെ ഈ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും താങ്ക് യു സോ മച്ച്.